ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ചയെ ഞങ്ങൾ ഗുരുവായൂർ പോയിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് കുന്നംകുളത്തിനടുത്തുള്ള കുറുക്കൻപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്കും കാണിച്ചു തരാം. കല്ലുകളെ കൊണ്ട് മനോഹരങ്ങളായ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രാമമുണ്ട് തൃശ്ശൂരിൽ. ആ ഗ്രാമത്തിന്റെ പേരാണ് കുറുക്കൻപാറ. ഗുരുവായൂർ റോഡിൽ 1 കിലോമീറ്ററോളം മുന്നോട്ട് പോയാൽ റോഡരികിൽ തന്നെ കാണാം ശില്പങ്ങളുടെ നീണ്ട നിര. താർപ്പായ വലിച്ചു കെട്ടിയ ഓലമേഞ്ഞ ഷെഡിനുള്ളിലാണ് ഇവിടെ ശില്പനിർമ്മാണം നടക്കുന്നത്. കൃഷ്ണനും ഗണപതിയും മഹാത്മാഗാന്ധിയും നാഗരൂപങ്ങളും ഉണ്ടിവിടെ. മീസാൻ കല്ലുകളും ചിത്രത്തൂണുകളും മറ്റൊരു വശത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ കൃഷ്ണശിലയാണ് ഉപയോഗിക്കാറുള്ളത്. തുഞ്ചൻ പറമ്പിലെ കൽമണ്ഡപവും മാനാഞ്ചിറയിലെ ചിത്രക്കല്ലുകളും മുഴുപ്പിലങ്ങാട്ടും പയ്യാമ്പലത്തുമുള്ള കൽത്തൂണുകളും എല്ലാം ഇവിടെ നിർമ്മിച്ചവയാണ്. കുറുക്കൻപാറയിലെ ശില്പനിർമ്മാണത്തിന് ഒരു 100 വർഷത്തെ പാരമ്പര്യമെങ്കിലും ഉണ്ടാവും. ഏകദേശം 70 കുടുംബങ്ങളോളം ഈ ജോലി ചെയ്യുന്നു. ശില്പനിർമ്മാണത്തിന് കല്ലുകൾ കൊണ്ടുവരുന്നത് പെരുമ്പിലാവ്, കടങ്ങോട്ട്, എരുമപ്പെട്ടി എന്നിവിടങ്ങളിൽ നിന്നുമാണ്. ഇതൊരു ദൈവീകമായ കലയാണ്. അപാരമായ ഭാവനയും കഴിവും അധ്വാനവും വേണ്ട ജോലിയാണ്. ശരീരശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവും സൗന്ദര്യബോധവും ഉള്ളവർക്ക് മാത്രമേ ശില്പനിർമ്മാണം സാധ്യമാവുകയുള്ളൂ. കൃഷ്ണശിലയാണ് വിഗ്രഹ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കല്ലിന്റെ അളവ് നിശ്ചയിക്കുന്നതോടെയാണ് വിഗ്രഹ നിർമ്മാണം ആരംഭിക്കുന്നത്. യവം അഥവാ ഒരു നെന്മണി എന്ന അളവാണ് ഇതിന്റെ അടിസ്ഥാനം. 8 യവമാണ് ഒരു വിരൽ. 19 മുതൽ 191 യവം വരെയുള്ള കല്ലുകളാണ് വിഗ്രഹ നിർമ്മാണത്തിന് വേണ്ടത്. കല്ലും അളവും ലഭിച്ചാൽ പിന്നീട് കല്ലിന്റെ ഗുണമേന്മ നോക്കണം. കല്ലിൽ ചുറ്റിക കൊണ്ട് കൊട്ടി നോക്കിയാണ് അത് മനസ്സിലാക്കുന്നത്. തുടർന്ന് പണി ആരംഭിക്കും. പണിക്കിടയിൽ കല്ലിൽ എന്തെങ്കിലും കേടുപാടുണ്ടായാൽ അത് ഉപേക്ഷിക്കും. കേടുപാടുകൾ തീർന്ന വിഗ്രഹങ്ങൾ മാത്രമേ പ്രതിഷ്ഠയ്ക്കായി ഉപയോഗിക്കുകയുള്ളൂ. മുതൽ 12 വരെ ദിവസത്തിനുള്ളിൽ വിഗ്രഹ നിർമ്മാണം പൂർത്തിയാക്കും. നിർമ്മാണം പൂർത്തിയാക്കിയാൽ നല്ലെണ്ണ ഉപയോഗിച്ച് നന്നായി മിനുസപ്പെടുത്തിയെടുക്കും. വിഗ്രഹ നിർമ്മാണത്തിൽ ചില ചിട്ടകളൊക്കെയുണ്ട്. പണി പൂർത്തിയാകുന്നവരെ വ്രതമെടുക്കും. വിഗ്രഹത്തിന്റെ മുഖത്ത് ഭാവം വരുത്തുകയാണ് പ്രധാന വെല്ലുവിളി. കവിളിൽ ഉളി ഉപയോഗിച്ച് അല്പം താഴ്ത്തിക്കൊത്തിയാണ് അത് സാധിക്കുന്നത്. ഇവിടെയുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾക്കും ശില്പങ്ങൾക്കും കേരളത്തിൽ എല്ലായിടത്തും ഡിമാൻഡുണ്ട്. ചിലതെല്ലാം കടൽ കടന്നു പോകുന്നു. ജീവിച്ചു പോകുവാനുള്ള വരുമാനം ഇവർക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഇവർ നേരിടുന്നു. കല്ല് ഗ്രൈൻഡ് ചെയ്യുമ്പോഴുണ്ടാവുന്ന പൊടി ശ്വസിച്ചാണ് ഇവർ ദിവസം മുഴുവൻ പണി ചെയ്യുന്നത്. കാരണം കല്ലിനെ ഉടച്ചു പരുവപ്പെടുത്താൻ സഹായിക്കുന്ന പ്രത്യേക തരം ഉളിയാണിത്. ഉടച്ചു കഴിഞ്ഞാൽ വലിയ ഉളി ഉപയോഗിച്ച് കല്ലിനെ ഒതുക്കിയെടുക്കും. കണ്ണ്, ചെവി, മാല എന്നിവ ചെത്തിയെടുക്കാനായി തേവുളി വേണം. കല്ലിന്റെ പ്രതലത്തിൽ ആകൃതി വരുത്താനായി പരമന ഉപയോഗിക്കുന്നു. കല്ലിന്റെ അളവും മറ്റും നിശ്ചയിക്കുന്നത് മട്ടം, മെഴുക്കോൽ എന്നിവ കൊണ്ടാണ്. ശില്പങ്ങളുടെ ഫിനിഷിങ്ങും മറ്റുമായി ഗ്രൈൻഡർ, ഡ്രിൽ മെഷീൻ എന്നിവ ഉപയോഗിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്